നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത് രോഗങ്ങൾ, രോഗകാരികൾ. അത് നമ്മൾ ക്ലാസ് ചെയ്തു, പക്ഷേ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായില്ല. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ അതുകൂടാതെ റെവല്യൂഷനായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ അമേരിക്ക റെവല്യൂഷനും പിന്നെ ഇംഗ്ലണ്ടിലെ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടും പഠിച്ചു കഴിഞ്ഞു. ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രോഗങ്ങൾ, രോഗകാരികൾ. ഇതിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് പഠിച്ചത്? ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും നമ്മൾ പഠിച്ചു. അതായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ജീവകങ്ങളെ പറ്റി പഠിച്ചതും എല്ലാം ഇല്ലേ? അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ഇതാണ്, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. അതിൽ വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, വിരകൾ, അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്നതിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇത് രണ്ടിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കൊരു ടോപ്പിക്ക് പഠിക്കാൻ തന്നിട്ട് ആ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ കുറച്ച് 2-3 ആരോഗ്യ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഈ രോഗങ്ങളായി റിലേറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ഓൺ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കറിയാം. ഇമ്പോർട്ടൻ്റ് ആയത് പിന്നെയുള്ളത് ഇതിൽ പഠിക്കാനുള്ള ആരോഗ്യക്ഷേമ പദ്ധതികൾ പഠിക്കാനുണ്ട് കേരളത്തിൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് കാണും. അതിൻ്റെ വീഡിയോയും അടുത്ത ദിവസം ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എല്ലാം 2024 മുതൽ ബാക്കിലോട്ട് 23-ലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. രോഗങ്ങൾ, രോഗകാരികൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു എക്സാം എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് നേരെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുക. എലിപ്പനി, ഫംഗസ്, ക്ഷയം, ബാക്ടീരിയ, വട്ടച്ചൊറി, പ്രോട്ടോസോവ, നിപ്പ വൈറസ്. ഇതിൽ ശരിയായ ജോഡികൾ 4 എണ്ണമാണ് തന്നിട്ടുള്ളത്. ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ഇതിൽ ഓപ്ഷൻസ് വരുന്നത് പിന്നെ എ ആൻഡ് ബി അങ്ങനെയൊക്കെ ആട്ടെ ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാതെ പറഞ്ഞു പോകാമല്ലോ. അപ്പോൾ ആദ്യം ഏതാണ്? എലിപ്പനി, ഫംഗസ്. എലിപ്പനി ഏതിൽ വരുന്നതാണ്? തിരിച്ച് പഠിക്കണമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് പഠിച്ചു കാണുമല്ലോ അല്ലേ? എലിപ്പനി ഏതിൽ വരുന്നതാണ്? എലിപ്പനിയുടെ രോഗകാരി ഏതാണ് അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം. എലിപ്പനി എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? എലിപ്പനി. ഫംഗസ് എന്നുള്ളത് തെറ്റല്ലേ? ഫംഗസ് നമുക്കറിയാം, ഫംഗസിൽ എന്തായാലും എലിപ്പനി വരില്ല. പിന്നെ ക്ഷയം, ബാക്ടീരിയ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ക്ഷയം, ബാക്ടീരിയ ശരിയാണോ? ശരിയാണ്. ക്ഷയം എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. എലിപ്പനിയുടെ ഒന്ന് പറഞ്ഞു പോവാം. എലിപ്പനിയുടെ രോഗകാരി ഏതാണ്? എലിപ്പനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യനാണ് എലിപ്പനിയുടെയൊക്കെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ നോക്കി, എലിപ്പനിയുടെ രോഗകാരി ഏതാണ്? ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറാജിക്ക. ലെപ്റ്റോസ്പൈറ എന്നെങ്കിലും ഓർത്ത് വയ്ക്കണേ. ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറാജിക്ക എലിപ്പനിയുടെ രോഗകാരിയാണ്. ഇനി ക്ഷയം എന്ന് പറയുന്നത് ബാക്ടീരിയ നമുക്കറിയാം. ട്യൂബർകുലോസിസ് അതിനെന്ത് പറയുന്നു? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയം ബാക്ടീരിയയാണ്. ഇനി വട്ടച്ചൊറി എന്ന് പറയുന്ന പ്രോട്ടോസോവയാണോ? വട്ടച്ചൊറി ഏതിൽ വരുന്നതാണ്? റിംഗ് വേം ഏതിൽ വരുന്നതാണ്? അത് ഫംഗസിൽ വരുന്നതാണ്. ഫംഗസിൽ വരുന്നതാണ്. ഓക്കെ. പിന്നെ നിപ്പ എന്ന് പറയുന്നത് വൈറസ് ആണ്. അത് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ളത് 2ഉം 4ഉമാണ് കേട്ടോ. 2 and 4 ഓൺലി. അങ്ങനെയായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ കളഞ്ഞേക്കുവാണേ. അടുത്ത ചോദ്യം നോക്കാം.
കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. അപ്പോൾ നമ്മൾ COVID-19, നിപ്പ അതൊക്കെ അല്ലാതൊരു സെക്ഷനായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാലും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് പ്രീവിയസ് ഇയറിൽ നിന്ന് ഇതൊക്കെ സ്ക്രൂട്ടിനി ചെയ്യുന്ന സമയത്ത് ഞാൻ കോവിഡായി റിലേറ്റ് ചെയ്തിട്ടുള്ളതും കൂടി ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് പഠിച്ചു പോവാം. ഏതാണ് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. പ്രീവിയസ് ആണേ സൗത്ത് ആഫ്രിക്ക, പ്രീവിയസ് മാത്രമേ ഇതിലെടുത്തിട്ടുള്ളൂ, സൗത്ത് ആഫ്രിക്ക. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തതേത്? ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഫംഗസും പിന്നെന്താണ് വിരയൊക്കെ വരെ പഠിച്ചിട്ടുള്ളൂ. ജീവിതശൈലി രോഗങ്ങൾ, ജനിതക രോഗങ്ങളും വൈകല്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഞാനിതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ പ്രീവിയസ് എടുത്തപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ജീവിതശൈലി രോഗങ്ങൾ. അപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്. ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ, മലേറിയ. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ വരിക? മലേറിയയാണ് വരുന്നത്. മലേറിയ അല്ലേ, നമ്മൾ പഠിച്ചതാണ്. മലേറിയ ഏതിൽ നിന്നാണ്? പ്രോട്ടോസോവയാണ് മലേറിയ അല്ലേ, പ്രോട്ടോസോവയാണ് മലേറിയ. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ വരാത്തത് ഏതാണ്? മലേറിയ, മലമ്പനി. മലമ്പനി പകർത്തുന്നത് ആരാ? അനോഫിലസ് പെൺകൊതുകുകളാണ് അല്ലേ, അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനി പകർത്തുന്നത്. തൊഴിൽജന്യ രോഗങ്ങളും പിന്നെ എന്താണ് ഈ ജനിതക രോഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ജനിതക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അനീമിയ അല്ലേ, എന്താണ് സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, അതൊക്കെയാണ് ജനിതക രോഗങ്ങളിൽ വരുന്നത്. പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് അത്രയും പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ അധികം ടൈമുള്ള പോലെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൈറസ് രോഗം അല്ലാത്തതേതാണ്? വൈറസ് രോഗം അല്ലാത്തതേതാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു പോയതാ ഏതായിരുന്നു? എലിപ്പനി അല്ലേ. വൈറസ് രോഗം അല്ലാത്തത് എലിപ്പനിയാണ്. എലിപ്പനി ഏതാണ്? ബാക്ടീരിയയാണ്. എലിപ്പനി എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. എലിപ്പനിയുടെ രോഗകാരി ഏതായിരുന്നു? ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറാജിക്ക. ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറാജിക്ക. പിന്നെ വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ഡെങ്കിപ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ചിക്കൻ ഗുനിയയുടെ ചിക്വി വൈറസ് ആണ് എന്ന് പറഞ്ഞു പോകുന്നതാണ്, നമുക്ക് ഓർത്തെടുക്കാമല്ലോ. ചിക്കൻ ഗുനിയയുടെ ഏതായിരുന്നു? ചിക്വി വൈറസ് ആണ്. ചിക്കൻ ഗുനിയയുടെ ചിക്വി വൈറസ്. എയ്ഡ്സിൻ്റെ നമുക്കറിയാം HIV ആണ്. പിന്നെ ഏതാ? ഡെങ്കിപ്പനിയുടെ ഏതാ? ആൽഫ വൈറസ്, അർബോ വൈറസ്, ആൽഫ വൈറസ്, ഡെങ്കിപ്പനി ആൽഫ വൈറസ്. ഓക്കെ, അപ്പോൾ വൈറസ് രോഗം അല്ലാത്തത് എലിപ്പനിയാണ്. എലിപ്പനി എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. അടുത്ത ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഓരോന്നിലും 2 വീതം തന്നിട്ടുണ്ട് കേട്ടോ. നോക്കി, ചിക്കൻ ബോക്സ് കോളറ ചിക്കൻ ഗുനിയ, ക്ഷയം ചിക്കൻ ബോക്സ്, മന്ത് ചിക്കൻ ഗുനിയ. ഇതിൽ വായുവിലൂടെ പകരുന്ന രോഗം നമ്മൾ ഓരോന്നിലൂടെയും പകരുന്ന രോഗങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗം ഇതിലേതാണ് ഇതിൽ വരുന്നത്? ചിക്കൻ പോക്സ്. നമുക്ക് ആദ്യത്തെ തന്നെ നോക്കാം. ചിക്കൻ പോക്സ് വായുവിലൂടെയാണോ പകരുന്നത്? ചിക്കൻ പോക്സ് വായുവിലൂടെയാണ് പകരുന്നത് അല്ലേ. ഇപ്പം ചിക്കൻ പോക്സ് ഉള്ളത്. ഓക്കെ, ഇനി കോളറ ഏതിൽ കൂടിയാണ് പകരുന്നത്? കോളറ പകരുന്നത് വെള്ളം അല്ലേ, വാട്ടർ അല്ലെങ്കിൽ ആഹാരം, ഭക്ഷണം. വെള്ളം അല്ലെങ്കിൽ ആഹാരം അല്ലേ, വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നതാണ് കോളറ. അപ്പോൾ കോളറ നമുക്ക് മനസ്സിലാവും വായുവിലൂടെ അല്ല. അപ്പോൾ ഈ കോളറയും കളയാം. അപ്പോൾ 2 ഓപ്ഷൻ അല്ല എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി മന്ത് ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് ഏതിൽ കൂടെ പകരുന്നതാണ്? ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് ഈച്ച അല്ലെങ്കിൽ കൊതുകു മുഖേന അല്ലേ, ഈച്ച അല്ലെങ്കിൽ കൊതുകു മുഖേന പകരുന്നതാണ് ഇത് ചിക്കൻ ഗുനിയ. അപ്പം അതും അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ചിക്കൻ ഗുനിയ ഉള്ളതും നമ്മൾ കളഞ്ഞു. ഇപ്പം എല്ലാം പോയി. ഇനി അവസാനം ഏതേ ഉള്ളൂ?
ക്ഷയവും ചിക്കൻ ബോക്സുമാണ് ഉള്ളത്. ചിക്കൻ ബോക്സ് ഓൾറെഡി നമുക്കറിയാം വായുവിലൂടെയാണ് പകരുന്നത്, പിന്നെ ക്ഷയവും വായുവിലൂടെയാണ് പകരുന്നത്. ഓക്കെ, അപ്പോൾ വായുവിലൂടെ പകരുന്നത് മാത്രം ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് പറഞ്ഞു പോവാം, ഒരു റിവിഷൻ എന്ന രീതിയിൽ അല്ലേ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഏതൊക്കെ വായുവിലൂടെ പകരുന്നത്? സിമ്പിളായിട്ട് വായു മാത്രം ഓർക്കാം. ഇപ്പോൾ ഏതൊക്കെയാണ്? കോൾഡ്, ജലദോഷം അല്ലേ, ജലദോഷം. പിന്നെന്താണ്? വസൂരി, ചിക്കൻ പോക്സ് അല്ലേ, ചിക്കൻ പോക്സ്. പിന്നെ ഏതാണ്? വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, വില്ലൻ ചുമ. ന്യൂമോണിയ, പിന്നെ സാർസ്, ക്ഷയം, മീസിൽസ്. അതൊക്കെ വായുവിലൂടെയാണ് പകരുന്നത്. അടുത്ത ചോദ്യത്തിന് ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല, നമുക്ക് നോക്കാം. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? വായുവിലൂടെയാണോ? കുഷ്ഠം നമ്മളിപ്പോൾ പറഞ്ഞിരുന്നോ വായുവിലൂടെയുള്ളതിന്? ഇല്ല, പറഞ്ഞില്ല. അപ്പോൾ ഏതിൽ കൂടിയാണ് കുഷ്ഠം പകരുന്നത്? എങ്ങനെയാണ് കുഷ്ഠം പകരുന്നത്? എങ്ങനെയാണ്? സമ്പർക്കം മുഖേന പകരുന്നതാണ് കുഷ്ഠം. സമ്പർക്കം മുഖേന പകരുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ് കുഷ്ഠം, സമ്പർക്കം മുഖേന പകരുന്നത്. പിന്നെ ചെങ്കണ്ണ് അല്ലേ, ചെങ്കണ്ണൊക്കെ എങ്ങനെയാണ്? സമ്പർക്കം മുഖേനയാണ് പകരുന്നത്. അടുത്ത ചോദ്യം, ഇതൊക്കെ 2024 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് നോക്കാം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിയം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? മലേറിയ. ഏതാണ്? മലേറിയയാണ് കേട്ടോ, മലേറിയ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21, ഇത് നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിന് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഏതാണ്? മലേറിയയാണ്. ഇത് കൂടാതെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, മലേറിയ ആയിട്ട് തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 2024 ജനുവരിയിൽ ഏറ്റവും പുതിയത്, മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ഏതാണ്? പതിവ് വാക്സിൻ പ്രോഗ്രാം ആദ്യമായിട്ട് ലോകത്താദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച ഏത് രോഗത്തിനെതിരെ? മലേറിയക്കെതിരെ. ഏതാണ് ആ രാജ്യം? ഏതാണ്? ക്യാമറൂൺ ആണ്. ഏതാണ്? ക്യാമറൂൺ ആണേ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിനുണ്ടായ ക്വസ്റ്റ്യൻ. ഇത് അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ കറണ്ട് അഫയേഴ്സിൽ കണ്ടപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ 2024 ജനുവരിയിൽ മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ഏതാണ്? ക്യാമറൂൺ ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ 2024 മലേറിയ മുക്ത രാജ്യമായിട്ട് WHO പ്രഖ്യാപിച്ച ഒരു രാജ്യമുണ്ട്. അതൊരു ആഫ്രിക്കൻ രാജ്യമാണ്. അത് ഏതാണെന്നറിയാവോ? 2024 തന്നെ, 2024 ജനുവരിയിൽ മലേറിയ മുക്ത രാജ്യമായിട്ട് WHO പ്രഖ്യാപിച്ച ഒരു ആഫ്രിക്കൻ രാജ്യമുണ്ട്. അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് കാബോ വെർഡെ. ഓക്കെ, ഇതും കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, കാബോ വെർഡെ എന്നുള്ളത്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. നോക്കാം. മലേറിയ, ടൈഫോയിഡ്, അസ്കാരിയാസിസ്, ജലദോഷം. റൈറ്റ് സൈഡിൽ വൈറസ്, വിര, പ്രോട്ടോസോവ, ബാക്ടീരിയ. പ്രോട്ടോസോവ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരെണ്ണം ചെയ്യാം. ഏതാണ്? മലേറിയ അല്ലെ, മലേറിയ പ്രോട്ടോസോവയാണ്. ഇനി ടൈഫോയിഡ് എന്ന് പറയുന്നത് ഏതാണ്? ടൈഫോയിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയയാണ് അല്ലേ, സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ടൈഫോയിഡ്. അസ്കാരിയാസിസ് ഏതിൽ വരുന്നതാണ്? വിരയിൽ വരുന്നതാണ് അല്ലേ, വിരയിൽ വരുന്നതാണ് അസ്കാരിയാസിസ്. പിന്നെയുള്ളത് ജലദോഷം എന്ന് പറയുന്ന റൈനോ വൈറസ് ആണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? റൈനോ വൈറസ് ആണ് ജലദോഷം. കിട്ടുമല്ലോ. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതുണ്ട് അല്ലേ. അടുത്ത ചോദ്യം, അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? ഇതും 2024 തന്നെ ഏതിലാണ്? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നേ.
ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ. അത് കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം ഏതാണ്, H9N2 ആണ്. ഒരു ഏവിയൻ ഇൻഫ്ലുവൻസയാണ് കേട്ടോ, H9N2. ചൈനയിലാണ് H9N2, ഏവിയൻ ഇൻഫ്ലുവൻസ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക. നോക്കിയാൽ പിന്നെയും വന്നിട്ടുണ്ട് ജീവിതശൈലി. ഇതിൽ മിക്കതും ഈ ഓപ്ഷൻസ് തന്നെ, ഈ ജീവിതശൈലി ചോദിക്കുന്നിടത്തൊക്കെ ഈ ഓപ്ഷൻസ് തന്നെ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി, ഈ ഓപ്ഷൻസ് 3 ഫാറ്റി ലിവർ, പ്രമേഹം, ഹീമോഫീലിയ. എന്നിട്ട് ഇതിൽ 1 and 2, 2 and 3, ഓൾ ഓഫ് ദി അബോവ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പോലീസ് ഡ്രൈവറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിലേതാണ് അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നത്? ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. പ്രമേഹം എന്ന് പറയുന്നതും ജീവിതശൈലി രോഗമാണ്. ഹീമോഫീലിയ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഹീമോഫീലിയയും പിന്നെന്താണ്, അനീമിയ, സിക്കിൾ സെൽ അനീമിയൊക്കെ ഏതിൽ വരുന്നതാണ്? അത് ജനിതക രോഗങ്ങളിൽ വരുന്നതാണ്, അല്ലെ ജനിതക വൈകല്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നതാണ് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. അപ്പം ഇതിൽ 1ഉം 2ഉമാണ് ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നത്. ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം അല്ലേ. നമുക്ക് ഏറ്റവും ലാസ്റ്റ് നോക്കട്ടെ. ഓക്കെ, നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന് ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തിട്ടില്ല. ശ്രദ്ധിക്കാം, ഏതൊക്കെയാണ് വരുന്നത്? പ്രമേഹം അല്ലേ, നമുക്കറിയാം പ്രമേഹം ജീവിതശൈലി രോഗമാണ്. അത് ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്നതാണ് പ്രമേഹം എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് പറയുന്നതും ഒരു ജീവിതശൈലി രോഗമാണ്. അത് കരളിൽ വെച്ച് കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നതാണ് ഈ ഫാറ്റി, അങ്ങനെയുള്ളതാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവറിൻ്റെ തന്നെ ഗ്രേഡ് ഉണ്ടല്ലോ, 1, 2, 3 അല്ലേ, സിറോസിസിലേക്കൊക്കെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പിന്നെയുള്ളത് പക്ഷാഘാതം എന്ന് പറയുന്നതും ഒരു ജീവിതശൈലി രോഗമാണ്. അതായത് അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് അല്ലെങ്കിൽ രക്തപ്രവാഹമൊക്കെ തടസ്സപ്പെടുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, പക്ഷാഘാതമാണ്. പിന്നെ വരുന്നത് അമിത രക്തസമ്മർദ്ദം ഏതായി റിലേറ്റ് ചെയ്തതാണ്? ജീവിതശൈലി രോഗത്തിൽ വരുന്നതാണ്. പിന്നെ ഹൃദയാഘാതം. ഇതിൽ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് കൊഴുപ്പടിഞ്ഞിട്ട് ഈ രക്തധമനികളുടെ വ്യാസമൊക്കെ കുറയും അല്ലേ, അതാണ് അമിത സമ്മർദ്ദം ഉണ്ടാവുമല്ലോ. അപ്പം അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഹൃദയാഘാതം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയാഘാതം ഉണ്ടാവാനുള്ള ചാൻസ്. പിന്നെ അതിറോസ്ക്ലീറോസിസ്. അതും എന്താണ്? രക്തക്കുഴലുകളിൽ ഇങ്ങനെ കൊഴുപ്പടിഞ്ഞ് അവയുടെ സ്വാഭാവികത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർത്രൈറ്റീസ് ആണ്. അതിന് വെയർ ആൻഡ് ടെയർ എന്നറിയപ്പെടുന്ന രോഗം എന്നും അറിയപ്പെടുന്നത് കേട്ടോ, വെയർ ആൻഡ് ടെയർ. അപ്പോൾ അത് ഓർത്ത് വെക്കണേ, വെയർ ആൻഡ് ടെയർ. അപ്പോൾ ഈ ഇത്രയും ഓപ്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഇതേപോലെയുള്ള ജീവിതശൈലി രോഗം അല്ലാത്തത് ജീവിതശൈലി രോഗം ഏതാണ് എന്നൊക്കെ പിടികിട്ടും. അപ്പോൾ ഒന്നും കൂടി നോക്കി, ഏതൊക്കെയാണ് ജീവിതശൈലി രോഗത്തിൽ വരുന്നത്? പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, അരിസ്റ്റോക്ലീറോസിസ്, ദെൻ ആർത്രൈറ്റിസ്. ഓക്കെ, ഇനി നമുക്ക് നേരെ പോവാം. എവിടെ എത്തിയിരുന്നു? 5, 10, 11. ഓക്കെ, ഇനി 12ാമത്തെ ചോദ്യം. പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഇത് LDCയുടെ തന്നെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ് കേട്ടോ. പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കാം. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ A and B അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ആൻസർ വരുന്നത്. ഒന്നാമത്തേത് ഏഴ്സീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇതുണ്ടാക്കുന്നത്. ശരിയാണോ?
പ്ലേഗ് ശരിയാണ്. പ്ലേഗ് ഏഴ്സീനിയ പെസ്റ്റിസ്. പ്ലേഗ് ഏതാണ്? പ്ലേഗിൻ്റെ രോഗകാരി ആരാണ്? ഏഴ്സീനിയ പെസ്റ്റിസ് ആണ്. ഏഴ്സീനിയ ബാക്ടീരിയ ആണ്. പ്ലേഗ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ് അല്ലേ? ബാക്ടീരിയ ആണ്. പിന്നെ പെസ്റ്റിസ് പ്ലേഗ് പെസ്റ്റിസ്. ഓക്കെ, ഇനി കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത്. പ്ലേഗ് പകരുന്നത് കൊതുക് കടിയിലൂടെയാണെന്നാണ് പറയുന്നത്. ശരിയാണോ? പ്ലേഗ് പകരുന്നത് അത് തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. പ്ലേഗ് പകരുന്നത് കൊതുക് കടിയിലൂടെ അല്ല. ഇനി അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്. ചെള്ള് അത് ശരിയാണ്. അതിൻ്റെ വാഹകർ ചെള്ളാണ് എന്ന് പറഞ്ഞത് ശരിയാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. പ്ലേഗ് രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു എന്നുള്ളതും ശരിയാണ്. അപ്പോൾ A, C ആൻഡ് D ആർ കറക്റ്റ്. അടുത്ത ചോദ്യം, മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണങ്ങൾ ഏതൊക്കെയാണ്? ഇതും LDCക്ക് ചോദിച്ചതാണേ. നമുക്ക് നോക്കാം. മോശം ഭക്ഷണ രീതികൾ അല്ലേ? ശരിയാണ്. ശാരീരിക നിഷ്ക്രിയത്വം അതും ശരിയാണ്. അസ്വസ്ഥമായ ജൈവ ഘടികാരം, ഉറങ്ങുന്ന കാര്യം എണീക്കുന്ന കാര്യം അല്ലേ, നമ്മുടെ ടൈം ടേബിൾ തന്നെ മാറുവാണെങ്കിൽ ശരിയാണ്. തെറ്റായ ശരീരഭാരം അതും ശരിയാണ്. ഇതൊക്കെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളുടെ കാരണത്തിൽ പറയാൻ പറ്റും അല്ലേ? ജീവിതശൈലി രോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പഠിച്ചു വയ്ക്കണം. എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ ആ പറഞ്ഞു എത്രണ്ണം നമ്മൾ 7 പറഞ്ഞിട്ടുണ്ടായുള്ളൂ അല്ലേ? ജീവിതശൈലി രോഗങ്ങളിൽ 7 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്ത ചോദ്യം, COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഇതും LDCക്ക് ചോദിച്ചാൽ. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഐസൊലേഷൻ ഇല്ലേ? ഐസൊലേഷനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസ് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഇത് ഇംഗ്ലീഷും LDCയുടെ അല്ലായിരുന്നോ? ഐസൊലേഷൻ ഇത് നമുക്ക് ഇംഗ്ലീഷിലുള്ളതായിരുന്നു കേട്ടോ. കാരണം എന്നിട്ടത് തർജ്ജിമ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നതാണെന്ന് തോന്നുന്നു ട്രാൻസ്ലേഷൻ്റെ ഇതിൽ. അപ്പോൾ ഐസൊലേഷൻ എന്താണെന്ന് അറിയാലോ, അത് വെച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ്? COVID-19 രോഗലക്ഷണങ്ങളുള്ളവർക്കോ വൈറസ് പോസിറ്റീവ് ആയവരോ ഐസൊലേഷൻ ഉപയോഗിക്കുന്നു, അതായത് ഐസൊലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അത് കറക്റ്റാണ്. പിന്നെയോ, ഒറ്റപ്പെടൽ എന്നാൽ മറ്റൊരാളിൽ നിന്ന് വേർപ്പെടുക, പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിന് ക്ലിനിക്കൽ പരിചരണം ലഭിക്കുക. അതായത് കോവിഡ് രൂക്ഷമായി നിന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുമായിരുന്നു നമ്മൾ? കോവിഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ലക്ഷണം കാണിക്കുകയാണെങ്കിൽ നമ്മളൊരു റൂമിലേക്കൊക്കെ മാറില്ലായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കറക്റ്റാണ്. ഈ ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രശ്നമായിരിക്കും ചിലപ്പോൾ, അത് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ കേട്ടോ. അതിന് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, ഓർക്കുന്നില്ല. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഇത് ലാബ് അസിസ്റ്റൻറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എലിപ്പനി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറേ തവണ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എലിപ്പനി എന്ന് പറയുന്നത്. അപ്പോൾ എലിപ്പനി ബാക്ടീരിയ എന്നുള്ള ഇപ്പോൾ എല്ലാവരും പഠിച്ചു കാണുമല്ലോ. പഠിച്ചില്ലേ? എലിപ്പനി ഏതിൽ വരുന്നത്? ബാക്ടീരിയയിൽ വരുന്നതാണെന്ന് പഠിച്ചില്ലേ എല്ലാവരും? എലിപ്പനി നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ ഏതാ പറഞ്ഞത്? പ്ലേഗ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതൊക്കെ ബാക്ടീരിയയിൽ വരുന്നതാണ്. നമ്മുടെ ചോദ്യം എന്താണ്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ലെപ്റ്റോസ്പൈറ അല്ലേ? ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്ക എലിപ്പനി. ഓക്കെ, അടുത്തത്, ലോകാരോഗ്യ ദിനം 2024 തീം എന്താണ്? ലോകാരോഗ്യ ദിനം നമുക്ക് രോഗങ്ങൾ പഠിക്കുമ്പോൾ അതായി റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു കാര്യമാണ് അല്ലേ ലോകാരോഗ്യ ദിനം. അപ്പോൾ അതിൽ 2024 തീമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 22 മുതൽ ഒന്ന് പറഞ്ഞു പോവാം. അതിനു മുമ്പ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നതെന്നാണ്. നമ്മൾ പറയാത്ത കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് പഠിക്കാം. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7-നാണ്. 1948 ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്. ഈ ഏപ്രിൽ 7 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ? അപ്പോൾ 1948 ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്.
പിന്നെ ലോകാരോഗ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ 7 ഇനി ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് കേട്ടോ, സ്വിറ്റ്സർലൻഡ് ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. ഇനി ഈ ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം ഓർത്തു വെച്ചോ? 2014 2014 മാർച്ച് 27. 2014 മാർച്ച് 27 ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ എന്താക്കി? പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചു. അതുകൂടാതെ ഈ ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചാരണം ആരംഭിച്ചതെന്നാന്ന് ചോദിച്ചാൽ അത് 1995. എന്നാണ്? 1995. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. 1948 ഏപ്രിൽ 7 ജനീവയിലാണ്. ആ ഏപ്രിൽ 7 നമ്മൾ ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചത്, ഇന്ത്യയെ പ്രഖ്യാപിച്ചത് എന്നാണ്? 2014 മാർച്ച് 27. നമ്മുടെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ലോകാരോഗ്യ ദിനം 2024 തീമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ലാബ് അസിസ്റ്റൻറ്റിന് ചോദിച്ചതായിരുന്നു. എന്താണ് വരുന്നത് തീം? 2024 തീം ആദ്യം പഠിക്കാം അല്ലേ? അത് 22 മുതൽ അല്ലേ? വേണ്ട, 24 എൻ്റെ ആരോഗ്യം. ഏതാണ്? എൻ്റെ ആരോഗ്യം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അത് 2024 ലോകാരോഗ്യ ദിനം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഈ 2023 ഉണ്ടായത് എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതായിരുന്നു. എല്ലാവർക്കും ആരോഗ്യം. 2023 എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ആരോഗ്യം. എല്ലാവർക്കും ആരോഗ്യം. ഇനി 2022 തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്രഹം നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം. നമ്മുടെ ഗ്രഹം നമ്മുടെ ആരോഗ്യം. ഇപ്പോൾ 2022 നമ്മുടെ ഗ്രഹത്തെ പറ്റി പറഞ്ഞു. 2023 ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ആരോഗ്യമായി. 2024 എൻ്റെ കാര്യം, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഓർത്തു വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് 3. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വീണ്ടും വന്നിരിക്കുന്നു നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാമാണ്? ഇത് ലാബ് അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാമാണ്? ഏതാ വരുന്നത് ഇതിൽ? എംഫിസീമ, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ഇത് A ആൻഡ് B ആ ഓപ്ഷൻ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും ഏതിൽ വരുന്നതാണ്? അത് ജനിതക വൈകല്യം അല്ലെങ്കിൽ ജനിതക രോഗത്തിൽ വരുന്നതാണ്. അപ്പോൾ അത് രണ്ടുമല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. പിന്നെയുള്ളത് എംഫിസീമയും ഫാറ്റി ലിവറുമാണ്. എംഫിസീമയും ഫാറ്റി ലിവറുമാണ് ഏതിൽ വരുന്നത്? ജീവിതശൈലി രോഗങ്ങൾ. ഈ എംഫിസീമ എന്ന് വെച്ചാൽ എന്താണ്? പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് എംഫിസീമ അല്ലേ? അതൊരു ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവർ നമ്മൾ ആദ്യമേ പറഞ്ഞു, കൊഴുപ്പിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്നതാണ് അല്ലേ? അപ്പോൾ എംഫിസീമയും ഫാറ്റി ലിവറും ജീവിതശൈലി രോഗമാണ്. A ആൻഡ് B ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ്? സാംക്രമിക രോഗം നമ്മൾ പഠിച്ചു, 2ആയി തിരിക്കുന്നുണ്ട് അല്ലേ രോഗത്തെ. അപ്പോൾ ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ്? ടൈഫോയിഡ്, ക്യാൻസർ, മന്ത്, എയ്ഡ്സ്. ഏതാണ്? പകരുന്ന രോഗവും പകരാത്ത രോഗമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. സാംക്രമിക രോഗം എന്ന് വെച്ചാൽ എന്തായിരുന്നു? രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗമാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിലേതാണ് സാംക്രമിക രോഗമല്ലാത്ത? പകരാത്തത് ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ A ക്യാൻസർ ആണ്. ഓക്കെ. അടുത്തത് പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗം. നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. ഏതാണ് പുകവലിയിലൂടെ ഉണ്ടാകുന്നത്? ഡ്രൈവറിൻ്റെ എക്സാമിന് ചോദിച്ചതാണ്. ഏതാണ്? എംഫിസിമ. എംഫിസിമ പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വൈറസ് മൂലം ഉണ്ടാകുന്നത്. എലിപ്പനി ഇതേ ഇവിടെയും വന്നിട്ടുണ്ട്. എലിപ്പനി ഏതിലാണ് വരുന്നത്? എലിപ്പനി ബാക്ടീരിയ. എലിപ്പനി ബാക്ടീരിയയാണ്.
എലിപ്പനി രോഗകാരി ഏതാണ്? ലെപ്റ്റോസ്പൈറ. പഠിച്ചുല്ലോ ഇപ്പം എല്ലാവരും. എലിപ്പനി എന്തായാലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ലെപ്റ്റോസ്പൈറ, ഇക്ട്രോ ഹെമറാജിക്ക. പിന്നെ ഡിഫ്തീരിയ. ഡിഫ്തീരിയാണിത്. ഡിഫ്തീരിയ ഇതിൽ വരുന്നതാണ്? ഡിഫ്തീരിയ ബാക്ടീരിയയാണ് അല്ലേ? ഡിഫ്തീരിയ ഇതിൽ വരുന്നതാണ് ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ നമ്മൾ വേറെ എന്തിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തിലോ ഓർത്ത് വയ്ക്കാൻ പാകത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫ്തീരിയ നമ്മൾ വാക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ, പെർട്ടൂസിസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡിഫ്തീരിയ പറഞ്ഞത് ഓർക്കണില്ലേ? DPT വാക്സിൻ, അത് ഏതിൽ വരുന്നതാണ്? ബാക്ടീരിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ഷയം ഏതിൽ വരുന്നതാണ്? TB ട്യൂബർകുലോസിസ് ഏതിൽ വരുന്നതാണ്? അതും ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ ബാക്കിയും ഇത് മൂന്നും ബാക്ടീരിയ ആണ്. വൈറസ് ഏതാണ്? നമുക്ക് വൈറസ് അല്ലാതെ തന്നെ അറിയാം, എയ്ഡ്സ് ആണ് വൈറസ് രോഗമായിട്ടുള്ളത്. ഇനി ക്ഷയത്തിൻ്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയത്തിൻ്റെ രോഗകാരി. അടുത്ത ചോദ്യം, കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ, ഒരു 19 ചോദ്യങ്ങളോളം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി എന്താണ്? പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? ഇത് LGSൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നേ. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? എംഫിസീമയാണ് കേട്ടോ, എംഫിസീമ. അടുത്ത ചോദ്യം, നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കിയ പദ്ധതി. ഇത് നമുക്ക് എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ അതിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഞാൻ കുഷ്ഠരോഗം നമുക്ക് ഇപ്പോൾ പഠിച്ചത് കൊണ്ട് ഇതിൽ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയാൽ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് ഒന്നുമില്ല, പഠിച്ചോളൂ. എന്താണ്? എൽസ, ELSA. മറ്റേ എലിസ ആയിട്ട് മാറിപ്പോരുത് കേട്ടോ. എയ്ഡ്സിൻ്റെ എലിസ നമ്മൾ പഠിച്ചത് ഓർക്കണല്ലേ. ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കണേ. ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് ഫുൾ ഫോം ഓർത്ത് വയ്ക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി, കുഷ്ഠം അല്ലേ? ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി, മൈക്രോ ബാക്ടീരിയ ലെപ്രയല്ലേ അതിൻ്റെ രോഗകാരി. ഈ കുഷ്ഠം എന്ന് പറയുന്നതും ഒരു ബാക്ടീരിയലാണ് അല്ലേ, ബാക്ടീരിയയാണ്. അപ്പോൾ ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ എങ്ങനെ? സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്, ഇതാണ് എൽസ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അറ്റ്ലസ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? അതായത് ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവയാണോ? അതൊക്കെയാണ് ഓപ്ഷൻസ്. ഏതാ വരുന്നത്? അറ്റ്ലസ് ഫൂട്ട് നമ്മൾ പഠിച്ചതാണ്. അറ്റ്ലസ് ഫൂട്ട് ഏതാണ്? ഫംഗസ് അല്ലേ? അറ്റ്ലസ് ഫൂട്ട് ഫംഗസിൽ വരുന്നതാണ്. അടുത്തത്, ഇതൊക്കെ നിങ്ങളൊരു എക്സാം ആയിട്ട് എഴുതണേ, എന്നിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ട്രിവാൻഡ്രത്തിൻ്റെ എക്സാമിന്. ആ സമയങ്ങളിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് പഠിച്ചിട്ട് നമ്മൾ അവിടെ പോയി കൺഫ്യൂഷൻ അടിച്ച് മാർക്ക് പോകുന്നതിൽ നല്ലതല്ലേ. അപ്പം പഠിച്ച കാര്യങ്ങൾ എന്തായാലും ഉറപ്പിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സൊക്കെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റണം എല്ലാവർക്കും കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? ഇത് LGSന് ചോദിച്ചതാണ്. ക്ഷയരോഗം നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചതാണ്. ഏതാണ്? BCG വാക്സിൻ ആണ്. BCG വാക്സിൻ്റെ ഫുൾ ഫോം ബാസിലസ് കാൽമിറ്റെ ഗ്യുറൈൻ. പിന്നെ ഈ ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ തെറാപ്പി ഏതാണ്? ഡോട്ട്സ് ആണ്. ഡോട്ട്സ് തെറാപ്പി അല്ലേ? ഡോട്ട്സ് ഡയറക്റ്റ് ഒബ്സർവേഷൻ തെറാപ്പി. ഈ ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം എത്രയായിരുന്നു?
5 എണ്ണമായിരുന്നു, 5 എണ്ണം. അടുത്തത് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇത് ഏതിനായിരുന്നു? ഇത് കൂലി വർക്കറിന് ചോദിച്ചതാണ്, LGS ലെവൽ. ഇത് ക്ഷയം, ചിക്കൻ ബോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ചിക്കൻ ബോക്സ് ആണ് അല്ലേ? എന്തുകൊണ്ടാണ് ചിക്കൻ ബോക്സ് എന്തുകൊണ്ടാണ് ഒറ്റപ്പെടാൻ കാരണം? അതും കൂടി പറഞ്ഞേ. ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ അതൊക്കെ ഏതാണ്? അതൊക്കെ ഏതിൽ വരുന്നതാണ്? ഏതിൽ വരുന്നതാണ്? ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ അത് 3 ബാക്ടീരിയ മുഖേന ഉണ്ടാവുന്ന രോഗമാണ്. ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയയ്ക്ക് ഏതിൽ വരുന്നതാണ്? വൈറസിൽ വരുന്നതാണ്. ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ, കുരങ്ങുപനി, ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി അല്ലേ? അതൊക്കെ ഏതിൽ വരുന്നതാണ്? വൈറസിൽ വരുന്നതാണ്. നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ എ വവ്വാലാണ് അല്ലേ? നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? വവ്വാലാണ്. ഓക്കെ. ഈ നിപ്പ നമ്മുടെ ഏതാണ്? നിപ്പയായിട്ട് റിലേറ്റ് ചെയ്ത് ലിനി പുതുശ്ശേരിനെ ഒന്ന് ഓർത്തു വയ്ക്കണേ. 2019 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം ലഭിച്ചത് ലിനി പുതുശ്ശേരിക്കാണ് കേട്ടോ. 2019. പിന്നെ നമുക്ക് നിപ്പയെ പറ്റി, നിപ്പ എന്ന് പറയുന്ന ഒരു സൂണോട്ടിക് ഡിസീസാണ്, വവ്വാലിൽ നിന്നല്ലേ പകരുന്നത്. അതെന്ത് വൈറസ് ആണെന്ന് ചോദിച്ചാൽ അത് RNV വൈറസ്. ഓക്കെ. പിന്നെ നിപ്പയായി റിലേറ്റ് ചെയ്ത് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലാണ്. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ കേരളത്തിലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്, ആലപ്പുഴ. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ആണെങ്കിൽ അത് തോന്നയ്ക്കലാണ്. ഇത് മാറിപ്പോകരുത് കേട്ടോ, ഈ 3 എണ്ണം തോന്നയ്ക്കൽ. ഒന്നും കൂടി പറയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെ, അതിൻ്റെ കേരളത്തിൽ ആലപ്പുഴ. ഓക്കെ. ഇനി അഡ്വാൻസ്ഡ് ആണെങ്കിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ആണ് ഈ തോന്നയ്ക്കൽ എവിടെയാണ്? തിരുവനന്തപുരം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? HIV ബാധിക്കുന്നത് ഏത് രക്തകോശങ്ങളെയാണ്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബേസോഫിൽ. ഏതാണ്? ലിംഫോസൈറ്റ് ആണ് കേട്ടോ, ലിംഫോസൈറ്റ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റ്. അടുത്തതും ഒരു പദ്ധതിയാണ്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ. കുഷ്ഠരോഗം നമ്മൾ ആദ്യം ELSA പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, അതും കുഷ്ഠരോഗമാണ്. ഇത് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ബാലമിത്ര എന്നാണ്. ഓർത്തു വയ്ക്കുക, ബാലമിത്ര. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ബാലമിത്ര. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ല? എയ്ഡ്സ് രോഗം പകരാത്ത മാർഗമാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ലൈംഗിക ബന്ധത്തിലൂടെ പകരും, നമുക്കറിയാം. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരും. ഇനി സിറിഞ്ച്, സൂചി എന്നിവയിലൂടെയും പകരും. അപ്പോൾ പകരാത്തത് കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഇതാണ്, ഓപ്ഷൻ സി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പകരുന്നില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല ഏതായിരുന്നു? ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ചത് തൃശ്ശൂർ കേട്ടോ, തൃശ്ശൂർ. COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല തൃശ്ശൂർ. TPR എന്നാണ്. TPRൻ്റെ ഫുൾ ഫോം. ഇതും ഇടയ്ക്ക് എപ്പോഴോ 2023 ചോദിച്ചതാണെന്ന് തോന്നുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. അടുത്തത്, ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു കരൾ സംബന്ധ രോഗമാണ്. അത് ശരിയാണല്ലോ. ഫൈലേറിയൽ വിരകളാണ് ഇതിന് കാരണം. ഫൈലേറിയൽ വിരകളാണ് ഇതിന് കാരണം. ശരിയാണോ? അല്ല.
ഇനി മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു. മലിനജലത്തിലൂടെയാണ് വ്യാപിക്കുന്നത്, ശരിയായിട്ടുള്ളതാണ്. രക്തത്തിലെ ബിലിറൂബിൻ്റെ അളവ് കൂടുന്നു, അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായത്. ഹെപ്പറ്റൈറ്റിസ് ഏതിൽ വരുന്നതാ? വൈറസ് അല്ലേ. ഹെപ്പറ്റൈറ്റിസ് ഏതിൽ വരുന്നതാ? വൈറസിൽ വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് അല്ലേ. ഫൈലേറിയൽ വിര നമ്മൾ പഠിച്ചതാണ്. ഫൈലേറിയൽ വിര എപ്പോഴാണ് പഠിച്ചിരുന്നത്? ഫൈലേറിയൽ വിര മന്ത്. ഫൈലേറിയൽ വിര ഏതിൻ്റെയാണ് പഠിച്ചത് നമ്മൾ? മന്ത് അല്ലേ, എലിഫൻറ്റാസിസ്. അപ്പം മന്തായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മന്ത് ഉണ്ടാകുന്നതിന് കാരണമാണ് ഫൈലേറിയൽ വിര. അപ്പം അതുകൊണ്ട് അതാണ് ഹെപ്പറ്റൈറ്റിസുമായിട്ട് തെറ്റായിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസുമായിട്ട് റിലേറ്റ് ചെയ്തതൊന്നും കൂടി പറയാം. അതൊരു കരൾ സംബന്ധ രോഗമാണ്. മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു, രക്തത്തിലെ ബിലിറൂബിൻ്റെ അളവ് കൂടുന്നു. അടുത്തത് ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? അത് പിന്നെയും വന്നിരിക്കുന്നു ജീവിതശൈലി രോഗം. നമുക്കറിയാം, ഒറ്റയടിക്ക് നമുക്ക് പറയാം ഏതാണ്? തൊണ്ടമുള്ള ജീവിതശൈലി രോഗം അല്ല. ഫാറ്റി ലിവറും ഹൃദയാഘാതവും അമിത രക്തസമ്മർദ്ദവും ആണ്. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ഇപ്പം നമുക്ക് കണ്ണടച്ച് പറയാലോ. എലിപ്പനിയുടെ ഏതാണ്? ബാക്ടീരിയ. ലെപ്റ്റോസ്പൈറ ഹെമറാജിക്ക ബാക്ടീരിയയാണ് എലിപ്പനി. ഇതൊക്കെ വി എഫ് എയുടെ മെയിൻസിന് ചോദിച്ചതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏത്? ഇത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ചതാണെന്ന് തോന്നുന്നു. ഡ്രൈവറോ ഒരു പോലീസിൻ്റെ എക്സാമിന് ചോദിച്ചതാണ്. ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി. 4 ഓപ്ഷൻ ഉണ്ട്. പ്ലാസ്മോഡിയം ഓവിൽ, പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം മലേറിയെ, പ്ലാസ്മോഡിയം വൈവാക്സ്. ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് കേട്ടോ. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? വൈറസ് അല്ലേ. ചിക്കൻ ഗുനിയ ഇതിൽ വരുന്നതാണ്. ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്ന രോഗാണു വൈറസിൽ വരുന്നതാണ്. വൈറസ്. ചിക്വി വൈറസ്. അടുത്തത്, ഏത് രോഗം സ്ഥിരീകരിക്കുന്നതിനാണ് വൈഡൽ ടെസ്റ്റ് നടത്തുന്നത്? ഏത് രോഗം സ്ഥിരീകരിക്കുന്നതിനാണ് വൈഡൽ ടെസ്റ്റ് നടത്തുന്നത്? വൈഡൽ ഏതാണ്? ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് ആണ് അല്ലേ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ഇത് ബീറ്റ് ഫോറസ്റ്റിന് ചോദിച്ചതാണ് കേട്ടോ 2023. അപ്പോൾ വൈഡൽ ടൈഫോയിഡ്. ടൈഫോയിഡിൻ്റെ സാൽമണല്ല ടൈഫി ആണ് അല്ലേ, നമ്മൾ പഠിച്ചതായിരുന്നു. സന്നിപാത ജ്വരം എന്ന് മലയാളത്തിൽ പറയുന്നു. ഇതിൻ്റെ രോഗകാരി ഏതാണ്? രോഗകാരി സാൽമോണല്ല ടൈഫി ആണ് സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്നു. ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞാണ്. മേരി മാലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ അല്ലാത്തത് ഏതാണ്? ഏതായിരുന്നത്? നിപ്പ അല്ലേ. ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? നിപ്പയാണ്. അപ്പോൾ ഡിഫ്തീരിയ നമ്മൾ ട്യൂബർകുലോസിസ് നേരത്തെ പറഞ്ഞാണ്. ആന്ത്രാക്സിൻ്റെ കാര്യം ഒന്നും കൂടി പറയാം. ആന്ത്രാക്സിൻ്റെ രോഗകാരി ഏതാണ്? ബാസിലസ് ആന്ത്രാസിസ് അല്ലേ. ബാസിലസ് ആന്ത്രാസിസ് ആണ്. നിപ്പ എന്ന് പറയുന്നത് വൈറസ് ആണ്. ഡിഫ്തീരിയ നമ്മൾ പറഞ്ഞു. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ആ DPT ഓർത്ത് വെച്ചാൽ മതി. പെർട്ടൂസിസ്, ട്യൂബർകുലോസിസ്. അപ്പം TB. ഇതിൻ്റെ ക്ഷയം, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇതും ബാക്ടീരിയ ആണ്. അപ്പോൾ ഇതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിപ്പയാണ്. അടുത്ത ചോദ്യം, എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയാണ്? എലിസ നമ്മൾ ഏതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ എടുത്തപ്പോൾ നിങ്ങളോട് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലിസ നമ്മൾ എപ്പോഴാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഏത് വൈറ്റമിനായിട്ട് റിലേറ്റ് ചെയ്താൽ പഠിച്ചതെന്നുള്ളത്. പക്ഷെ ആരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായില്ല.
ക്ലാസ് ഫുൾ കാണാത്തതുകൊണ്ടാണോ എന്താണോ മറന്നു പോയിട്ടാണോ എന്നറിയില്ല. എന്നാലും ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. എലിസ ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? എയ്ഡ്സ്. എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ്? എയ്ഡ്സ് അല്ലേ? എയ്ഡ്സ്. അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. അതിന് ഉപയോഗിക്കുന്ന ജീവകം, നമ്മൾ ആ ജീവകത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം എന്ന് പറയുന്നത് ജീവകം എച്ച് ആണ്. ഏതാണ്? ജീവകം എച്ച്. ജീവകം എച്ച്. ഈ ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് B7 ആണ്. B7 ആണ്. അടുത്തത്, ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗം ഏതാണ്? ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ്റെ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗം ഏതാണ്? അത് സിക്കിൾ സെൽ അനീമിയ, അതായത് അരിവാൾ രോഗമാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ല. ആ ജനിതക രോഗത്തിൽ വരുന്നതാണ്. ഹീമോഫീലിയം സിക്കിൾ സെൽ അനീമിയ അല്ലേ വരുന്നത്. അതിൽ സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗമാണ്. ഏതാണ്? അരിവാൾ രോഗം. ഓക്കെ. ഓക്സിജൻ്റെ കുറവ് മൂലം RBC ഇങ്ങനെ അരിവാൾ പോലെ ചുരുങ്ങുന്ന അവസ്ഥയാണ് നമ്മൾ ഈ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയുന്നത്. അരിവാൾ രോഗികളെ ഏറ്റവും കൂടുതൽ കാണുന്ന ജില്ല, കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ് കേട്ടോ. ഏതാണ്? വയനാട്. അടുത്ത ചോദ്യം, വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം ഏതാണ്? ഏതായിരിക്കും? വായുവിലൂടെ, സ്പർശനത്തിലൂടെ, പ്രാണികളിലൂടെയും ഭക്ഷണപാനീയങ്ങളിലൂടെ പകരാത്ത രോഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? എയ്ഡ്സ് അല്ലേ? എയ്ഡ്സ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി എയ്ഡ്സ് ആണ് വരുന്നത്. അപ്പം ഈ ജനിതക രോഗങ്ങളിൽ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ പേരുകളെങ്കിലും നിങ്ങൾ ഓർത്തു വയ്ക്കണം. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഓർത്തു വയ്ക്കാം. പിന്നെ ഓരോന്നും ഇപ്പോൾ വായുവിലൂടെയുള്ളത് അങ്ങനെയുള്ളതും തിരിച്ച് പഠിച്ചു വെക്കണം കേട്ടോ. അത് നമ്മൾ ക്ലാസ് ചെയ്തതാണ്. പകരുന്ന രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഇത്രയും ചോദ്യം, 10-40 ചോദ്യം. ഇത് ഫുൾ ആയിട്ടില്ല. 2023 ഒരു കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ 2024 അപ്പം കുറേ ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ ഏരിയ കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിക്കുക. അതെന്തായാലും നല്ല രീതിയിൽ പഠിക്കണം. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊരു ഏരിയയാണ് ഈ വൈറ്റമിൻസും ഇതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇത് ആദ്യമേ തന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്